അപ്പോൾ നമുക്ക് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. 30ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് CTയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വേറൊരു പ്ലേലിസ്റ്റിലുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്നാലും ഇതിൻ്റെ കാര്യം പറയാം. നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്. താഴെ പറഞ്ഞ ഏതാ തെറ്റെന്നുള്ളത് CT എന്താണെന്നുള്ളത് കറണ്ട് ട്രാൻസ്ഫോമർ എന്നുള്ളതാണ്. അതാണ് വിശദമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സാധാരണ കറണ്ട് മെഷർ ചെയ്യാനും പ്രൊട്ടക്ഷന് വേണ്ടിയൊക്കെയാണ് CT ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് സൈഡുണ്ട്, പ്രൈമറി സൈഡ്, സെക്കൻഡറി സൈഡ്. ട്രാൻസ്ഫോമർ തന്നെയാണ് ബേസിക്കലി ഇത്. അപ്പോൾ അത് ചോദിച്ചേക്കുന്ന 4 ഓപ്ഷനാണ്. സെക്കൻഡറി സൈഡ് ഷോർട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡറി സൈഡ് ഒരു വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൈമറി സൈഡിൽ മോർ ടേൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 11 kV ട്രാൻസ്മിഷന് വേണ്ടി. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ പ്രകാരം സെക്കൻഡറി സൈഡ് ഷോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. വെറുതെ ഷോർട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് കൂടി ഏതെങ്കിലും ഒരു ലോഡ് കൊടുത്തിട്ട്, അതായത് ലോ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ലോഡ്, അമീറ്ററോ, സാധാരണ മെഷറിങ്ങിനാണ് ഉപയോഗിക്കണമെങ്കിൽ അതിലേക്ക് ഒരു അമീറ്ററായി കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ അതിൽ ബർഡൻ റെസിസ്റ്റർ കൊടുത്തിട്ട്, ഈ ബർഡൻ എന്താണെന്നൊക്കെയുള്ള ഞാൻ വിശദമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു 10-15 മിനിറ്റ് വെച്ചുള്ള 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 കൂടി കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഇൻസ്പെക്ടർ ഡയറിയിൽ ഇതിലൊക്കെ കവർ ചെയ്ത് എല്ലാ കാര്യവും ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CT നമ്മുടെ കറണ്ടിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ വോൾട്ടേജിന് വേണ്ടിയുള്ള മെഷർമെൻറ്റിനല്ല. അപ്പോൾ വോൾട്ട്മീറ്റർ അതിൽ കണക്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് പറയാം. പിന്നെ സെക്കൻഡറി പ്രൈമറി കറണ്ട് തമ്മിലൊരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടാവും. ഏത് ട്രാൻസ്ഫോമറിനുള്ളത് തമ്മിലൊരു ബന്ധം ഉണ്ടാവും. ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അതിൽ കൂടെ ഒരു മീറ്റർ കൊടുക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട് അതിൻ്റെ അകത്ത്. വെറുതെ ഷോർട്ട് ചെയ്യുകയല്ല. ബാക്കിയുള്ള ഓപ്ഷൻ തെറ്റാണ്. വോൾട്ടേജ് പ്രശ്നമുള്ള സാധനം അതുകൊണ്ട് വോൾട്ട്മീറ്റർ കൊടുത്തിട്ട് കാര്യമില്ല. പ്രൈമറി ആണ് മോർ ടേൺസ് ഉണ്ടാകുന്നത്. സെക്കൻഡറിയിലാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ടേൺസ് ഉണ്ടാകുന്നത്. ഇത് ആക്ച്വലി ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വേണമെങ്കിൽ പറയാം ഈ CT ഒരു രീതിയിൽ. കാരണം അതിൻ്റെ കറണ്ട് ഡൗൺ ആവുന്ന സ്ഥലത്ത് വോൾട്ടേജ് കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് പ്രൈമറി സൈഡിൽ അപ്പോൾ ടേൺ കുറവും സെക്കൻഡറി സൈഡിൽ ടേൺ കൂടുതലാവുമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ജസ്റ്റ് മനസ്സിലാക്കി, പ്രൈമറിയിൽ കുറച്ച് ടേണും ഹൈ കറണ്ട് ആയിരിക്കും. സെക്കൻഡറിയിൽ ലോ കറണ്ടും മോർ ടേണും നോർമൽ വോൾട്ടേജും ആയിരിക്കും. അപ്പോൾ ബർഡൻ ഈ ലോ റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിച്ച ഒരു 1 ohm താഴെയുള്ള സാധനം ആണ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. CTയുടെ ആപ്ലിക്കേഷൻസ് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കറണ്ട് മെഷർമെൻറ്റും പ്രൊട്ടക്ഷനും പവർ മോണിറ്ററിങ്ങിനും എനർജി മോണിറ്ററിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. പിന്നെ ഇതിലൊരു ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ടായിരുന്നു, 11 kV ട്രാൻസ്മിഷൻ. ഇത് 11 kV ട്രാൻസ്മിഷൻ അല്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. അത് ഏത് വോൾട്ടേജ് ലെവലുകളും മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പർപ്പസ് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യം ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഓപ്ഷൻ A ആണ് ഇതിൽ കറക്റ്റ്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ അറിയാവുന്നതാണ്. മൾട്ടിമീറ്റർ കൊണ്ട് എന്ത് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് 4 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിക് സർക്യൂട്ടിലുള്ള കറണ്ട്, സപ്ലൈ വോൾട്ടേജ് DC മോട്ടർ, പിന്നെ കണ്ടിന്യൂറ്റി പെർ മോട്ടർ വേണ്ടി, പിന്നെ ഇൻസ്റ്റലേഷൻ റെസിസ്റ്റൻസ് ഓഫ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 4 ഓപ്ഷനാണ് തന്നേക്കുന്നത്. പുതിയൊരു മൾട്ടിമീറ്ററിൽ എന്തൊക്കെ മെഷർ ചെയ്യാൻ പറ്റും? വോൾട്ടേജ് മെഷർ ചെയ്യാം, DC AC വോൾട്ടേജ്, കറണ്ടും DC AC മെഷർ ചെയ്യാം, പിന്നെ റെസിസ്റ്റൻസ് ഓംസിൽ മെഷർ ചെയ്യാൻ പറ്റും, കണ്ടിന്യൂറ്റി മറ്റേ ബീപ്പ് സൗണ്ടൊക്കെ കേൾക്കുന്ന അത്, പിന്നെ ഡയോഡ് മെഷർ ചെയ്യാൻ പറ്റും ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ലീക്കേജിനൊക്കെ വേണ്ടി. കപ്പാസിറ്റൻസ് ചിലതിൽ മെഷർ ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസിയും ടെമ്പറേച്ചറൊക്കെ ചിലതിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. മൾട്ടിമീറ്റർ ഡിപ്പെൻഡ് ചെയ്ത് ചിലതിൽ ഡ്യൂട്ടി സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ, പിന്നെ ഫേസ് റൊട്ടേഷനൊക്കെ മെഷർ ചെയ്യാൻ, RMS വാല്യൂ ഒക്കെ മെഷർ ചെയ്യാനും, ഡാറ്റ ലോഗ് സ്റ്റോർ ചെയ്ത് വെക്കാനും, LED ലൈറ്റൊക്കെ ഉള്ള നല്ല പുതിയ മോഡലൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഈ പുതിയ മോഡലൊക്കെ നമുക്ക് മേടിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ചോദ്യം ഇതിൽ എന്ത് മെഷർ ചെയ്യാൻ പറ്റില്ലെന്നുള്ള ആയിരുന്നു. അപ്പോൾ അതിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് മോട്ടറാണ് അതിൽ നോക്കിയിട്ടുള്ള ഉത്തരം. അതായത് മോട്ടറിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് മെഗാ ഓംസ് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ മെഗാ ഓംസിൻ്റെ റേഞ്ചിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അത് മെഷർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ മൾട്ടിമീറ്റർ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അതിന് ഓം മീറ്റർ അല്ലെങ്കിൽ മെഗാ ഓം മീറ്റർ അല്ലെങ്കിൽ മെഗർ എന്ന് പറഞ്ഞ് ഇത് യൂസ് ചെയ്താലാണ് നമുക്ക് നടക്കുള്ളൂ ആ സംഭവം. പിന്നെ അടുത്ത ചോദ്യം, വൈൽ ഇൻസ്റ്റാളിങ് പവർ സബ് സർക്യൂട്ട് ഇൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു. അപ്പോൾ നമ്മൾ പവർ സർക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം എന്നുള്ളത് അത് ഇൻസ്പെക്ടർ ഡയറിയുടെ അകത്തും പറയുന്നുണ്ട്. നമ്മുടെ പല IS സ്പെസിഫിക്കേഷനിലും അതിലെല്ലാത്തിലും പറയുന്നൊരു മെയിൻ കാര്യമാണ്. ഞാൻ ഓപ്ഷൻസിലേക്ക് പോയി കൺഫ്യൂസ് ആവില്ല. നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. 3000 വാട്ട്സ് അല്ലെങ്കിൽ 2 ഔട്ട്ലെറ്റ്സ് ആണ്.
നമ്മൾ പൊതുവെ പവർ സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ വീട്ടിൽ ഒരു ഒരു MCBയിൽ നിന്ന് ഔട്ട് എടുക്കുമ്പോഴത്തേക്കും അതിൽ വരാൻ പോകുന്ന പവർ പ്ലഗ് ആണെങ്കിൽ 2 പവർ പ്ലഗ് അതിൽ വരാം. അപ്പോൾ അല്ലെങ്കിൽ അത് മാക്സിമം 3000 വാട്ട്സ് വരുന്ന ലോഡാണ് അതിൻ്റെ അകത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള മീനിങ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന, എന്നിട്ട് നമ്മൾ KCBയിലൊക്കെ പേപ്പർ കൊടുക്കുമ്പോൾ ഒരു പ്ലഗ് അല്ലെങ്കിൽ ഒരു പ്ലഗ് 500 വാട്ട്സ് ആയിട്ടാണ് കൂട്ടുന്നത്. അതിലെന്ത് കണക്ട് ചെയ്താലും കണക്ട് ചെയ്തില്ലെങ്കിലും. ഇനി അത് നേരെ വേറൊരു AC-ക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 1500 എന്നൊക്കെ വെച്ചായിരിക്കും നമ്മുടെ പേപ്പറിൽ കൊടുക്കുന്നത്. അപ്പോൾ 1200 ആ റേഞ്ചൊക്കെ കൊടുക്കാറുണ്ട് 1 ടൺ ഇതിന്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ D ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ബേസിക് ഫംഗ്ഷൻ ഓഫ് വോൾട്ടേജ് സ്റ്റെബിലൈസർ ഈസ് ടു പ്രൊവൈഡ് ഡാഷ് ടു ദ ലോഡ്. എന്താണ് വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ അടിസ്ഥാന പ്രവൃത്തി, ലോഡിലേക്ക് എന്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ ഉത്തരവുണ്ട്, എന്നിരുന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ വോൾട്ടേജ് സ്റ്റെബിലൈസറിനെ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് വിളിക്കാം. എന്തിനാണ്? കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്, ലോഡിന് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ഇൻപുട്ട് വോൾട്ടേജ് മാറിയാലും അല്ലെങ്കിൽ ഇൻപുട്ട് കറണ്ട് മാറിയാലും ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കൊടുക്കുന്ന ഒരു രീതിക്കാണ് കൊടുക്കുന്നത്. അതുകൂടാതെ ഭയങ്കര ഫ്ലക്ച്വേഷനിൽ നിന്നും സ്പൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ V-ഗാർഡിൻ്റെയും പലതിൻ്റെയൊക്കെ പരസ്യവും കണ്ടിട്ടൊക്കെ ഉണ്ട് പണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് അങ്ങനെ അതിലൊക്കെ വോൾട്ടേജ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്ത് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കും. അങ്ങനെ അതുവഴി സ്റ്റേബിളായിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് ഒരേ ലെവലിൽ പോകുന്നൊരു പവർ സപ്ലൈ എപ്പോഴും കൊടുക്കാൻ സാധിക്കും. പിന്നെ അതിൽ പറഞ്ഞ ബാക്കിയെല്ലാം തെറ്റാണ്. പ്രൈമറി ഫംഗ്ഷൻ വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പവർ അൾട്ടിമേറ്റ്ലി പവർ അതിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ സഹായിക്കും എന്നുള്ളൊരു സത്യമാണെങ്കിലും അതൊരു കറക്റ്റ് ഇതിലുള്ളത് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് അത് പറയാൻ പറ്റില്ല. പിന്നെ കറണ്ട് ഒരിക്കലും റെഗുലേറ്റ് ചെയ്യുന്നില്ല, അത് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നതിലാണ് വയ്ക്കുന്നത്. പിന്നെ അൺഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈ, അതായത് ഇടയ്ക്ക് പവർ വിച്ഛേദിക്കപ്പെട്ടാൽ ഇതിൻ്റെ വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ പ്രവർത്തനം നിൽക്കും. അത് പവർ സ്റ്റേബിളാക്കി വെക്കാന്ന് അതിന് പവർ അൺഇൻട്രപ്റ്റഡ് ആയിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ UPS ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതാണ് അതിൽ കറക്റ്റ് ഉത്തരം. അപ്പോൾ ഓപ്ഷൻ C നമുക്കതിൽ ലോക്ക് ചെയ്യാം, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നത്. ഇനി AC റെസിസ്റ്റൻസ് ഓഫ് എ ലൈൻ കണ്ടക്ടർ ഈസ് മോർ ദാൻ DC റെസിസ്റ്റൻസ് ബിക്കോസ് ഓഫ് ലൈൻ കണ്ടക്ടറിൻ്റെ AC റെസിസ്റ്റൻസ് DCയെക്കാളും കൂടുതലാണ്. എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. പല എഫക്റ്റുകളും പറയുന്നുണ്ട്. സ്കിൻ എഫക്റ്റ്, പ്രോക്സിമിറ്റി എഫക്റ്റ്, ഫെറാൻഡി എഫക്റ്റ്, പിന്നെ സ്കിന്നും പ്രോക്സിമിറ്റിയും രണ്ടും കൂടി ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇത് ഉത്തരം കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ സ്കിൻ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ആ പേരിനോട് ഉപമിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് പോകുന്ന ഒരു കണ്ടക്ടർ നമ്മൾ വിചാരിക്കുക, നമ്മുടെ ഒരു കേബിൾ നമ്മൾ ആലോചിക്കുക. കേബിളിൻ്റെ അകത്ത് ഇൻസുലേഷൻ ഇല്ലാണ്ട് ജസ്റ്റ് ഒരു കണ്ടക്ടർ നമ്മുടെ പുറത്ത് പോകുന്ന വലിയൊരു ലൈനാണെന്ന് വിചാരിക്കുക, വലിയ കറണ്ടൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കറണ്ട് സത്യം പറഞ്ഞാൽ ഫുൾ ആ കണ്ടക്ടറിൻ്റെ അകത്തുള്ള മൊത്തം ഇത് കൂടെ കണ്ടക്ട് ചെയ്ത് പോകണം. എന്നാൽ ഈ സ്കിൻ എഫക്റ്റ് കാരണം അത് അതിൻ്റെ പുറം ഭാഗങ്ങളിലേക്ക്, ഇപ്പം നമ്മുടെ കൈയിൻ്റെ അകത്തുള്ള രക്തോട്ടത്തിൻ്റെ ഇതുപോലെ പറയുകയാണെങ്കിൽ രക്തം ഫുൾ അകത്ത് കൂടി പോണതിന് പകരം സ്കിന്നിൻ്റെ സൈഡിൽ കൂടി പോയി അങ്ങനെ ഇരിക്കും. അപ്പോൾ അതേപോലെ കറണ്ട് പോകുന്ന ഒരു ഫിനോമിനയാണ് സ്കിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് വരുമ്പോൾ എന്താ, നമുക്ക് കറണ്ടിന് ഓടാനുള്ള ഏരിയ കുറഞ്ഞു വരുന്നതുകൊണ്ട് അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുന്നു. അപ്പോൾ അതിനെ AC ലൈൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനാണ് ശരിക്കും. അപ്പോൾ അത് വരാൻ സാധ്യത കൂടുതൽ ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ്. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ക്ഷമിക്കണം, ഹൈ ഫ്രീക്വൻസിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ കറണ്ട് ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഓപ്പോസിറ്റ് ഒരു കറണ്ട് വരും. ഇതിൻ്റെ അകത്ത് എഡി കറണ്ട് എന്ന് പറയും. അപ്പോൾ ഇത് മെയിൻ കറണ്ട് ഫ്ലോയിനെ ബാധിച്ച് അതിനെ തടഞ്ഞു നിർത്തിയിട്ട് എഡി കറണ്ട് ഓപ്പോസിറ്റ് ദിശയിൽ ഒരു കറണ്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ഇതെല്ലാം വഴി മാറി സർഫസിലേക്ക് പോകുന്ന, അതായത് നമ്മുടെ രക്തോട്ടത്തിൽ നിന്ന് ഓപ്പോസിറ്റ് ഒരു ഓട്ടം വരുന്നു, വേറൊരു ഫ്ലൂയിഡ് വരുന്നു എന്നൊക്കെ ആലോചിക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹോസിൽ കൂടി ഫുള്ള് വെള്ളം വിടുന്ന ഓപ്പോസിറ്റ് ഒരു വെള്ളം വിടുന്നു. അപ്പോൾ നടുക്ക് കൂടി അത് ഓടുകയും ഇതെല്ലാം സൈഡിലേക്ക് തള്ളിപ്പോവുക. അപ്പോൾ മൊത്തത്തിൽ ഇത് കുറയുന്നൊരു പ്രവണത വരുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ മനസ്സിലാക്കുക. അപ്പോൾ സർഫസിലേക്ക് ഇത് മൊത്തം വരും, അതിൻ്റെ പുറം ചട്ടയിലേക്ക് വന്നിട്ട് അകത്ത് ഇത് കുറയും. അപ്പോൾ അതിൻ്റെ കോറിലുള്ള ഇത് കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് AC റെസിസ്റ്റൻസ് DCയിൽ പ്രശ്നമില്ല, DCയിൽ ഫ്രീക്വൻസി ഇല്ല, DCയിൽ ഫ്രീക്വൻസി 0 ആണ്. മറ്റേ ACയിലാണ് നമ്മുടെ ഫ്രീക്വൻസി കൂടുന്ന പ്രശ്നങ്ങളൊക്കെ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ റെസിസ്റ്റൻസ് കൂടുന്നപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് പല പവർ ലോസുകളൊക്കെ കൂടും. I2R ലോസ് എന്ന് പറയും.
അപ്പോൾ കറണ്ട് റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഐ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് അതാണ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ടും ഒരു ഇത് ഫ്ലോ ചെയ്യുന്നപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു, അതനുസരിച്ച് പവർ ലോസ് അങ്ങനെ കുറയും. അപ്പോൾ ഫ്രീക്വൻസി പ്രശ്നമാണ്, അതുകൊണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ വരുന്നത്. കൂടാതെ തന്നെ കണ്ടക്ടറിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ പ്രശ്നമുണ്ട്, ഈ സ്കിൻ എഫക്റ്റ് വരാം. പിന്നെ കോപ്പർ അലുമിനിയം ആണോ അതൊക്കെ അനുസരിച്ചും ചെറിയ വേരിയേഷൻ ഉണ്ട്, ടെമ്പറേച്ചർ അനുസരിച്ചുണ്ട്. അപ്പോൾ സ്കിൻ എഫക്റ്റാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം, നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം. ആദ്യം തന്നെ അത് പറഞ്ഞോളട്ടെ. ഇനി നമുക്ക് അല്ലാണ്ട് കുറച്ച് ഓപ്ഷൻസ് ഒന്നുമില്ല. പ്രോക്സിമിറ്റി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു കണ്ടക്ടർ അടുത്ത് ഉണ്ടായിരിക്കും. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ അടുത്ത് വേറൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വയ്ക്കുമ്പോൾ നമുക്കറിയാലോ, കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡും മറ്റേ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലൊരു അടി ഉണ്ടായിട്ട്, ക്ലാഷ് ഉണ്ടായിട്ട് മൊത്തത്തിലൊരു റെസിസ്റ്റൻസ് ഇതിൻ്റെ, അതായത് എ എന്ന് പറഞ്ഞ കണ്ടക്ടറുണ്ട്, ബി എന്നൊരു കണ്ടക്ടറുണ്ട്. അപ്പോൾ എ എന്ന് പറഞ്ഞ കണ്ടക്ടറിൽ നിന്നുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി കണ്ടക്ടറിൻ്റെ അകത്തൊരു ഒരു ഓപ്പോസിറ്റ് കറണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ റെസിസ്റ്റൻസ് കൂട്ടുന്നു. ഇപ്പോൾ പറഞ്ഞ പോലത്തെ ഒരു റെസിസ്റ്റൻസ് കൂട്ടുന്ന ഒരു പരിപാടിയാണ് അതിൽ നടക്കുന്നത്. ഇനി ഫെറാൻഡി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, റിസീവിങ് എൻഡിലെ വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ് സെൻഡിങ് എൻഡിനേക്കാളും കൂടുതലാവുന്നത്. ഇത് കപ്പാസിറ്റൻസ് ഒക്കെ കൂടിയിട്ട് നമ്മുടെ ലൈനിൽ കപ്പാസിറ്റൻസ് ഒക്കെ ഉണ്ട്. ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അതിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും, ട്രാൻസ്മിഷൻ ലൈനിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും, കപ്പാസിറ്റൻസ് ഉണ്ടാവും, ഇൻഡക്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഈ കപ്പാസിറ്റൻസ് കാരണം ആണ് ഈ ഒരു എഫക്റ്റ് ഉണ്ടായിട്ട് അറ്റത്തെത്തുന്ന വോൾട്ടേജ് കൂടുന്ന ഒരു പ്രവണത കാണും. അപ്പോൾ അതാണ് ഫെറാൻഡി എഫക്റ്റ്. പക്ഷേ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം സ്കിൻ എഫക്റ്റാണ്. എ സി റെസിസ്റ്റൻസ് ഓഫ് എ ലൈൻ കണ്ടക്ടർ മോർ ദാൻ ഡി സി എന്ന് പറഞ്ഞാൽ അത് ഫ്രീക്വൻസി കൂടുന്നതുകൊണ്ടാണ് ഇത് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രീക്വൻസി ഉള്ളത് ഇതിനാണ്, എ സിക്കാണ്. ഡി സിക്ക് ഫ്രീക്വൻസി ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിനാണ് സ്കിൻ എഫക്റ്റ് കൂടുതൽ. ഓക്കെ, അതുകൊണ്ടാണ് എ സി റെസിസ്റ്റൻസ് ഓഫ് ലൈൻ കണ്ടക്ടർ കൂടുതലാവുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് ഒരു ചോദ്യം കൂടി നോക്കിയേക്കാം. ബുക്ക് ഹോൾസ് റിലേ എന്താണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. ബുക്ക് ഹോൾസ് റിലേ യൂസ് ചെയ്യുന്ന ഓയിൽ ടൈപ്പ് ട്രാൻസ്ഫോമറിലാണ്. ഓയിൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ ഓയിൽ ഉപയോഗിക്കുന്ന ഇൻസുലേഷനും പിന്നെ അവിടുത്തെ ഹീറ്റിംഗ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള പർപ്പസിനൊക്കെ ആയിട്ടാണ്. അത് ട്രാൻസ്ഫോമറിൻ്റെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരെ നമുക്ക് വിശദമായിട്ട് അതിൽ പറയാം. അപ്പോൾ അത് കണ്ടുപിടിച്ച മാക്സ് ബുക്ക് ഹോൾ എന്നൊക്കെ പറഞ്ഞ പുള്ളിയാണ്. ബുക്ക് ഹോൾസ് എന്നാട്ടോ അതിൻ്റെ പേര്, നമ്മളങ്ങനെ പ്രൊനൗൺസ് ചെയ്യാറില്ല. അപ്പോൾ അതിൽ ഗ്യാസ് ഡിറ്റക്ഷനും പ്രഷർ മെഷർമെൻറ്റ് വഴിയൊക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിലൊരു വർക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് പലതും ഉണ്ട്, വർക്കിംഗ് വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബ് പലതും നോക്കിയാൽ കാണാം. ഞാൻ അതിൻ്റെ ഒരു മെയിൻ കാര്യങ്ങൾ, നമ്മളിപ്പോൾ വീഡിയോ വരച്ചങ്ങനെ പോയാൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് നമ്മൾ വഴുതി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഒരു 2 ചേമ്പറുണ്ട് ഇതിൻ്റെ അകത്ത്. ഗ്യാസ് ഡിറ്റക്ഷൻ ചേമ്പറും പ്രഷർ മാനേജ്മെൻറ്റ് ചേമ്പറുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഒരു നോക്കട്ടെ, ഏതെങ്കിലും ഫാക്ടറി വിസിറ്റൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വിശദമായിട്ട് നമുക്കൊരു വീഡിയോ തന്നെ എടുക്കാം. അപ്പോൾ അത് ട്രാൻസ്ഫോമറിൻ്റെ ഓയിൽ കൺസർവേറ്ററിലാണ് ഇത് കൊടുത്തേക്കുന്നത്, ഈ ഗ്യാസ് ഡിറ്റക്ഷൻ ചേമ്പറും. പിന്നെ പ്രഷർ മെഷർമെൻറ്റ് ചേമ്പർ ഓയിൽ പൈപ്പ് ലൈനിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിൽ എന്തെങ്കിലും ഫാൾട്ട് സംഭവിച്ചതിന് ശേഷം ഇതിൽ ഗ്യാസ് വരുവാന്ന് വയ്ക്കും. ഓയിലിങ്ങനെ വെച്ചാൽ ഭയങ്കര ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് ഓയിൽ ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അത് കത്താൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ അത് ഗ്യാസ് വന്നിട്ട് ഒരു പ്രത്യേക ഒരു ഇത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഗ്യാസ് ചേമ്പറിൽ നിറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് റിലേ ആക്ടിവേറ്റ് ചെയ്യും. ആദ്യം എന്തോ വിഷയം ഉണ്ടെന്നുള്ള ഒരു ആക്ടിവേഷൻ കൊടുക്കും, അതായത് ഫാൾസ് അലാറം ആക്ടിവേറ്റും കൊടുക്കും. പിന്നെ നമ്മുടെ ഇതിൽ നിൽക്കാത്ത പക്ഷം അത് ട്രിപ്പിംഗ് വേണ്ടിയുള്ള ഒരു സിഗ്നലാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഇൻസിപ്പിയൻറ്റ് ഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എന്തോ ഓവർ ഹീറ്റിംഗ് നടക്കുന്നുണ്ടെന്നുള്ള ഒരു ഇത് കൊടുക്കുന്നതാണ്. അതായത് ഇങ്ങനെ അത് രണ്ട് ഡിറ്റക്ഷൻ മോഡുണ്ട് അതിൻ്റെ അകത്ത്. അത് അതിൻ്റെ വീഡിയോ കണ്ടാൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് മനസ്സിലായേനെ. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം ഇത് കാണിക്കും, ഓവർ ഹീറ്റിംഗ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളത് കാണിക്കും. പിന്നെ വൈൻഡിങ് ഫാൾട്ടൊക്കെ ആകുമ്പോൾ കാണിക്കും, എക്സ്റ്റേണൽ ഫാൾട്ട് ഒക്കെ ആകുമ്പോഴത്തേക്ക് സാധനം ട്രിപ്പാക്കും. അപ്പോൾ സേഫ്റ്റിയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നമ്മളത് യൂസ് ചെയ്യണം. മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഒക്കെ നമുക്ക് പെട്ടെന്ന് സാധ്യമാക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് എല്ലായിടത്തും ഉപയോഗിക്കും. പവർ ട്രാൻസ്ഫോമർ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, ജനറേറ്റർ ട്രാൻസ്ഫോമർ, ഓയിൽ ഫിൽഡ് ആയിട്ടുള്ള ഏത് ട്രാൻസ്ഫോമറിലും നമ്മൾ ഇത് ഉപയോഗിക്കും. ഇപ്പോൾ പുതിയ സാധനങ്ങൾ ഡിജിറ്റൽ ബുക്ക് ഹോൾസ് റിലേയും ഓൺലൈൻ ഡിസോൾഡ് അനാലിസിസ്, DGA ഡിസോൾഡ് ഗ്യാസ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ സാധനം, പിന്നെ ഇൻ്റലിജൻറ്റ് ഇലക്ട്രോണിക് ഡിവൈസ് പലതും വരുന്നുണ്ട്. അപ്പോൾ ഇത് മെയിൻ ഒരു കോമ്പോണൻ്റാണ് നമ്മുടെ ഓയിൽ ഫിൽഡ് ട്രാൻസ്ഫോമറിൽ. അപ്പോൾ നമ്മുടെ ഉത്തരം ഇതിൽ നിന്ന് മനസ്സിലായല്ലോ, എന്തുകൊണ്ടാണ് ഗ്യാസ് പ്രഷർ കൊണ്ടാണ് ബുക്ക് ഹോൾസ് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇതിലെ കറക്റ്റ്.